ആരോ വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് അവർ 3 പേരും വാതിലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയത്. എന്നാൽ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കിയ ദേവുവിൻ്റെ നോട്ടം ആദ്യം പതിഞ്ഞത് ബെഡിൽ കിടക്കുന്ന സൂര്യയിലാണ്. അവിടെ അവനെ അങ്ങനെയൊരു അവസ്ഥയിൽ നേരിൽ കണ്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു ദേവു. എന്നാൽ അപ്രതീക്ഷിതമായി അവളെ മുന്നിൽ കണ്ട സൂര്യയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. താൻ കാണാൻ ഏറെ ആഗ്രഹിച്ച മുഖം ഇതാ തൻ്റെ കൺമുന്നിൽ. ശ്രീയുടെ ശബ്ദമാണ് അവരെ രണ്ടിനെയും സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇപ്പോഴാണോ നീ വരുന്നേ? ഇത്രയും നേരം എവിടെയായിരുന്നു? ദേവുവിനെ നോക്കി ഒരു സംശയത്തോടെ ശ്രീ ചോദിച്ചു. അത് പെട്ടെന്ന് എനിക്കൊരു എമർജൻസി കേസ് വന്നു, അതുകൊണ്ട് അല്പം തിരക്കിലായിപ്പോയി. അതിൻ്റെ ഇടയിൽ നിന്നെ വിളിച്ചറിയിക്കാനും പറ്റിയില്ല. ശ്രീയുടെ ചോദ്യം കേട്ടതും ദേവു അവളോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. നീ വാ, ഞാൻ കോഫി എടുത്ത് തരാം. അത് പറഞ്ഞുകൊണ്ട് ദേവുവിനുള്ള കോഫി എടുത്തു കൊടുത്തു. എനിക്കിപ്പോൾ ഒന്നും വേണ്ടടി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങാം. ഞാനാകെ ടയേർഡാണ്, എനിക്കൊന്ന് കിടന്നാൽ മതി. ഇന്നലത്തെ യാത്രാക്ഷീണം കൂടെ ഉറക്കം ശരിയാവാത്തതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. കോഫി എടുക്കുന്ന ശ്രീയെ നോക്കി അവൾ പറഞ്ഞു. അവൾക്ക് എങ്ങനെയും അവിടെ നിന്ന് ഒന്ന് പോയാൽ മതി എന്നേ ഉള്ളൂ. ഒട്ടും പ്രതീക്ഷിക്കാതെ സൂര്യയെ അങ്ങനെയൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ മുതൽ അവൾ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. എന്നാൽ സൂര്യ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. താൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവൾ പോകാൻ തിടുക്കം കൂട്ടുന്നത് എന്ന് അവൻ മനസ്സിലായിരുന്നു. താൻ എന്തായാലും ആ കോഫി കുടിക്കേ, അപ്പോൾ കുറച്ചൊക്കെ ക്ഷീണം പോയി കിട്ടും. ദേവുവിനെ നോക്കി ഗൗരവത്തോടെ ഡെറി പറഞ്ഞു. അത് സാർ, താൻ ഒന്നും പറയണ്ട. പാറു, ഇയാൾക്ക് കോഫി എടുത്ത് കൊടുക്ക്. ദേവു എന്തോ പറയാൻ വന്നതും അതിനെ തടഞ്ഞുകൊണ്ട് ഡെറി പാറുവിനോടായി പറഞ്ഞു. ഡെറി പറയുന്നത് കേട്ടതും പാറു വേഗം തന്നെ അവൾക്ക് കോഫി എടുത്ത് കൊടുത്തു. പിന്നെ താൻ എന്നെ ഈ സാറി എന്നൊന്നും വിളിക്കണ്ട. എൻ്റെ പാറുവിൻ്റെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് താൻ എൻ്റെ സഹോദരിയെ പോലെയാണ്. അതുകൊണ്ട് സാർ വിളിയൊന്നും വേണ്ട. പിന്നെ ചൂട് പോകുന്നതിന് മുൻപ് ആ കോഫി കുടിക്കാൻ നോക്ക്, ആ ക്ഷീണമൊന്ന് മാറട്ടെ. എന്തോ ഓർത്തതുപോലെ ഡെറി ദേവുവിനോടായി പറഞ്ഞു. എന്നാൽ ഡെറി പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞുവെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കോഫി കുടിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് അവിടെ ഡെറിയും ദേവുവും കൂടെ ഭയങ്കര സംസാരമായിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് പാറുവിൻ്റെ മുഖം വീർത്തു. അത് വ്യക്തമായിട്ട് ഡെറി കാണുകയും ചെയ്തു. അവൻ അവളുടെ ഈ ഭാവങ്ങളെല്ലാം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ സൂര്യ ദേവുവിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ അവളുടെ ഒരു നോട്ടം പോലും തൻ്റെ നേർക്ക് വരുന്നില്ല എന്ന് അവൻ വേദനയോടെ ഓർത്തു. അപ്പോൾ ശരിയേട്ടാ, ഞങ്ങൾ ഇറങ്ങുവാ. ഇനിയും നിന്നാൽ ലേറ്റാവും. കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷം ദേവു പോകാനിറങ്ങി. അപ്പോഴും ഒരു നോട്ടം പോലും സൂര്യയിലേക്ക് എത്തിയില്ല. എന്നാൽ ശ്രീ ഡെറിയെ നോക്കി പുച്ഛിച്ചിട്ട് സൂര്യയോട് മാത്രം യാത്ര പറഞ്ഞ് അവൾ ദേവുവിൻ്റെ ഒപ്പം പുറത്തേക്ക് പോയി. ഇവളുടെ ഈ പുച്ഛത്തിന് മാത്രം ഇപ്പോഴും ഒരു കുറവുമില്ല. നിന്നെ ഞാൻ ശരിയാക്കി തരണ്ടടേ ഗുണ്ടുമുളകെ. അവൾ പോകുന്നത് നോക്കി ഒരു ചിരിയോടെ അവൻ മനസ്സിൽ പറഞ്ഞു. എന്താടാ നീ തന്നെ നിന്ന് ചിരിക്കുന്നത്? ഡെറിയെ നോക്കി ഒരു സംശയത്തോടെ സൂര്യ ചോദിച്ചു. ഞാൻ അവളെ ഓർത്ത് ചിരിച്ചതാണ്. പെണ്ണിന് വന്ന് എന്നെ ഒരു പേടിയുമില്ല. സൂര്യയുടെ ചോദ്യം കേട്ടതും ഡെറി അവനോടായി പറഞ്ഞു. എന്നാൽ ഡെറി പറയുന്നത് കേട്ട് സൂര്യ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്നാടാ കോപ്പേ നീ ചിരിക്കുന്നേ? സൂര്യയുടെ ചിരി കണ്ടതും ഡെറി അവനെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. ഓ, ഈ ചെകുത്താനെ വരച്ച വരയിൽ നിർത്താൻ പറ്റിയ മുതലാണ് ആ പോയതെന്ന്. അവളാണ് നിന്നെ പേടിക്കാൻ പോകുന്നത്. ഡെറിയെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു. പോടാ പോടാ. സൂര്യ പറയുന്നതൊക്കെ കേട്ടതും അതിനേക്കാൾ വലിയ പുച്ഛത്തോടെ ഡെറിയും പറഞ്ഞു. അതൊക്കെ വിട്. ആ പന്നമോൻ്റെ കാര്യം എങ്ങനെയാ? അവനെ എന്നാ ചെയ്യാനാണ് പ്ലാന്? ആദ്യത്തെ കളിയും ചിരിയുമൊക്കെ മാറി അല്പം ഗൗരവത്തോടെ സൂര്യ ഡെറിയോടായി ചോദിച്ചു. അതിനുള്ള സമയമായിട്ടില്ല. സമയമാകുമ്പോൾ അവനെ വേരോടെ തീർത്ത് കളയാം. ഇപ്പോൾ അവർ സന്തോഷിക്കട്ടെ. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഡെറി സൂര്യയോടായി പറഞ്ഞു. ആ കള്ളം മോൾക്ക് കൊടുക്കണ്ടേ? അവളെ കൊണ്ട് നമുക്കിനിയും ആവശ്യമുണ്ട്. അവളുടെ ലക്ഷ്യം ഞാനാണ്. അതിനു വേണ്ടിയാണ് അവൾ എൻ്റെ PA ആയി അവിടെ നിൽക്കുന്നത് പോലും. എല്ലാത്തിനെയും ഞാൻ പൂട്ടും. അതിനധിക കാലതാമസമൊന്നുമില്ല. അവൾ ശ്രീയുടെ കാര്യമറിഞ്ഞ അവളെ ഇല്ലാതാക്കാൻ നോക്കും. അവളുടെ സുരക്ഷ നമുക്ക് നോക്കിയേ പറ്റൂ. ഡെറി പറയുന്നത് കേട്ടതും സൂര്യ ഗൗരവത്തോടെ പറഞ്ഞു. എനിക്കറിയാം. അവളുടെ കാര്യം ഇപ്പോൾ ആർക്കും അറിയില്ല. എനിക്ക് അങ്ങനെയൊരു ഇഷ്ടമുള്ളത് പോലും ആർക്കും അറിയില്ല. അതുകൊണ്ട് അവളെ ഉടനെ സ്വന്തമാക്കണം.
പക്ഷേ ആരെയും അറിയിക്കാതെയാകണം അത്. സൂര്യ പറയുന്നത് കേട്ടതും ഡെറി ഗൗരവത്തോടെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനമുണ്ടാക്കണം. സൂര്യ പറയുന്നത് കേട്ട് ഡെറി ഒന്ന് മൂളിയത് മാത്രമേ ഉള്ളൂ. അപ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു നോവുണർന്നു. ദേവു അവനെ ഒന്ന് നോക്കിയത് കൂടിയില്ല എന്നോർത്ത്. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. സൂര്യ ഇപ്പോൾ ഒരുവിധം ഓക്കെയായി വരുന്നുണ്ട്. എന്നാലും പൂർണ്ണമായി ഓക്കെ ആവാതെ ഡിസ്ചാർജ് തരില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രീ. OP എല്ലാം കഴിഞ്ഞ് അവൾ നേരെ ചെന്നത് സൂര്യയുടെ അടുത്തേക്ക് തന്നെയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഡെറിയും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കുള്ള മരുന്നെടുത്ത് കൊടുക്കുന്നതിനും മറ്റുമാണ് ശ്രീ ഈ സമയം അവിടേക്ക് വരാറ്. മോളെ, ഏട്ടൻ പറയുന്നൊരു കാര്യം മോൾ അനുസരിക്കുമോ? അവളുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങുന്നതിനിടയിലായി സൂര്യ പാറുവിനോടായി ചോദിച്ചു. ഡിസ്ചാർജിൻ്റെ കാര്യം ഒഴിച്ച് ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. സൂര്യയുടെ പ്രതീക്ഷകൾക്ക് മേൽ ആണി അടിച്ചുകൊണ്ടായിരുന്നു ശ്രീയുടെ മറുപടി. അവൾ പറയുന്നത് കേട്ടതും കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി സൂര്യയുടെ അവസ്ഥ. മോളെ, അങ്ങനെ പറയരുത്. എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ശ്രീയെ നോക്കി നിസ്സഹായനായി സൂര്യ ചോദിച്ചു. ഏട്ടൻ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം, പക്ഷേ ഇച്ചായൻ പറയണമെന്ന് മാത്രം. സൂര്യ പറയുന്നത് കേട്ടതും ഒരു അവസാന തീരുമാനം എന്ന പോലെ ശ്രീ പറഞ്ഞു. എന്നാൽ അത്രയും നേരം അവർ പറയുന്നതൊക്കെ ഒരു ചിരിയോടെ കേട്ടുകൊണ്ടിരുന്ന ഡെറി പെട്ടെന്ന് അവൾ ഇച്ചായ എന്ന് വിളിച്ചത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. പലപ്പോഴും എന്തേലും സംസാരിക്കുമ്പോൾ ഒന്ന് മൂളുകയല്ലാതെ ഒന്നും പറയില്ല. ഇടയ്ക്ക് മാത്രം ചൊടിപ്പിക്കുന്ന രീതിയിലായിരിക്കും പെണ്ണിൻ്റെ മറുപടി. അവളെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ പോലും അവൾ അധികമൊന്നും സംസാരിക്കാറില്ല. ഇച്ചായൻ പറ, ഡിസ്ചാർജ് കൊടുക്കണോ വേണ്ടയോ? തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന ഡെറിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരല്പം ഗൗരവത്തോടെ ശ്രീ ചോദിച്ചു. വേണ്ട, അവൻ പൂർണ്ണമായി ഓക്കെ ആയിട്ട് മതി അവനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇവിടെ നിന്നിട്ട് വീട്ടിലേക്ക് പോയാലും അവൻ അവിടെ വന്ന് റെസ്റ്റ് എടുക്കില്ല. അതുകൊണ്ട് എൻ്റെ പാറു പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ കിടന്നോ. പാറുവിൻ്റെ ചോദ്യമാണ് അവനെ അവരുടെ ഓർമ്മയിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. പിന്നെ സൂര്യയുടെ മുഖത്ത് നോക്കി ഒരല്പം ഗൗരവത്തോടെ തന്നെ ഡെറി പറഞ്ഞു. അപ്പോൾ കേട്ടല്ലോ. ഡെറി പറയുന്നത് കേട്ടതും ശ്രീ സൂര്യയെ നോക്കി ഒരു ചിരിയോടെ ചോദിച്ചു. ഓ, കേട്ടു. ശ്രീയുടെ ചോദ്യം കേട്ടതും ഒരു പുച്ഛത്തോടെ സൂര്യയും പറഞ്ഞു. അങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇവിടെ അടങ്ങിക്കിടക്ക്, എന്നിട്ട് ഈ മരുന്ന് കഴിച്ചേ. സൂര്യയോട് പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലേക്ക് മരുന്നും വെള്ളവും കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെയുള്ള ഒരു സോഫയിൽ ഇരിക്കുകയാണ് ഡെറി. മരുന്നിൻ്റെ എഫക്റ്റ് മൂലം സൂര്യ പെട്ടെന്ന് തന്നെ ഉറങ്ങിയിരുന്നു. അവൾ വാഷ്റൂം പോയി ഒന്ന് ഫ്രഷായി വന്ന ശേഷം ഡെറിയുടെ അടുത്തായി വന്നിരുന്നു. ഡെറി ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ശ്രീ അവൻ്റെ അടുത്തായി വന്നിരുന്നത്. ആദ്യമായിട്ടാണ് അവൾ അവനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അവനൊട്ടും ആലോചിക്കാതെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുത്തി. അവളും അത് ആഗ്രഹിച്ചതുപോലെ അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. എന്നാ പറ്റി എൻ്റെ പാറുകൊച്ചിന്? അവളുടെ മൂർധാവിലായി ഒന്ന് ചുംബിച്ചുകൊണ്ട് ഡെറി ചോദിച്ചു. എനിക്ക് ഉറക്കം വരുന്ന ഇച്ചായ. അവൾ ഒന്നുകൂടെ അവനോട് ചേർന്നിരുന്നു കൊണ്ട് അവനോടായി പറഞ്ഞു. എന്നാ പറ്റി എൻ്റെ കൊച്ചിനെ പെട്ടെന്ന്? അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഡെറി വീണ്ടും ചോദിച്ചു. അറിയില്ല, എനിക്ക് ഇച്ചായൻ്റെ ഈ നെഞ്ചിൽ കിടന്ന് ഉറങ്ങണം എന്നൊരാഗ്രഹം. അവൻ്റെ ചോദ്യം കേട്ടതും അടഞ്ഞു പോകുന്ന കണ്ണുകളോടെ ശ്രീ അവനോടായി പറഞ്ഞു. എങ്കിൽ വാ, നമ്മൾക്ക് ബെഡിൽ കിടക്കാം. അത് പറഞ്ഞ് അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് അവൻ ധരിച്ച കോട്ടടിച്ച് സോഫയിലിട്ട് ശേഷം അവളുടെ അടുത്തായി വന്ന് കിടന്നു. പതിയെ അവളെ അവനോട് ചേർത്ത് പിടിച്ച് അവളെ പൊതിഞ്ഞു പിടിച്ച് അവൻ കിടന്നു. ഇനി എൻ്റെ കൊച്ചു ഉറങ്ങിക്കോ. അവളുടെ മൂർധാവിലായി ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. കണ്ണുകൾ അടച്ച് അവളത് സ്വീകരിച്ച് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. അവൻ പതിയെ അവളെ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. അവൾ അവൻ്റെ ഹൃദയതാളം കേട്ട് കിടന്നുറങ്ങി. അവനും ആ കിടപ്പിൽ തന്നെ കിടന്ന് എപ്പോഴോ ഉറങ്ങിയിരുന്നു.